look sad now. Yes, I'm very sad, seriously. Hello, hi. Nothing happened, dude. I'm gonna tell you what happened. Anoop Khan, hello, how are you? Why are you upset? അപ്സെറ്റ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അപ്സെറ്റ് ആയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, പക്ഷേ വേണ്ടാന്നൊക്കെ വെച്ചു. പക്ഷേ 2-3 ദിവസം മുമ്പ് ഞാനൊരു വല്ലാത്തൊരു വീഡിയോ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഹലോ 11. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് പറയാൻ പോകുന്നത് ഞാൻ ആരുടെയും ഒരു ക്യാരക്ടർ ബാഡാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരുടെയും മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാനിത് ചെയ്യുന്നത്. കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാനിത് സംസാരിക്കണം. ഇത് സംസാരിച്ചില്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഫൂളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മലയാളികൾക്കൊരു ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സ്വഭാവമുണ്ട്. നമ്മൾ ആരെങ്കിലും ഒരു വിഷമങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ വന്ന് ഫാമിലിനെ പോലെയായിട്ട് നമ്മളവരെ കരുതുന്നത്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുമ്പം അത് നമുക്ക് സങ്കടം വരാറുണ്ട്. അതാണിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ജസ്റ്റ് ഒരു പബ്ലിക് അവയർനെസ് മാത്രമേ ഉള്ളൂ, ആൾക്കാർ ബോധവാനാക്കാനായിട്ട്. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരാൾ ക്യാരക്ടർ മോശമാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടോ ഒരിക്കലും എനിക്ക് ജലസിയുമില്ല. എൻ്റെ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഹാൻഡ് ടോമൻ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഇതിന് മുമ്പും ചെയ്യായിരുന്നു. ഇത്രയും നാൾ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ലൈവിൽ വളരെ റെയറായിട്ട് വരാറുള്ളൂ. എനിക്ക് തോന്നുന്നു ലൈഫിലാകെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം മാത്രം ലൈവിൽ വന്നിട്ടുള്ളൂ. അത് ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കഴിഞ്ഞ് പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് സംസാരിക്കണം എന്ന് ആദ്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു, പക്ഷേ പിന്നെ ഞാനത് ബാക്ക് ഔട്ട് ചെയ്തു. പക്ഷേ 2 ദിവസം മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഞാനത് പറയാം. ഞാനീ സംസാരിക്കുന്നത് ഡിംപിൾ ബാലിനെ കുറിച്ചിട്ടാണ്, ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ്. ഇപ്പം റീസെൻ്റ്ലി ഡാഡി മരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഐ എം റിയലി അപ്സെറ്റ്. അത് കേട്ടപ്പോൾ എനിക്കും വിഷമമായി. ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ വിളിച്ചില്ല. കാരണം അതിന് കാരണമുണ്ട്. ഞാൻ ഡിംപിളിനെ പരിചയപ്പെടുന്നത് 2011-2012 ഒരു 8 വർഷമായിട്ട് ഞങ്ങൾ പരിചയമാണ്. പരിചയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അതായത് ഞങ്ങൾ ഷെയർ ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഇല്ല. എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും ഞാൻ അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിംപിളിൻ്റെ അടുത്താണ് പോവാറ്. എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഡിംപിളാണ് അതെനിക്ക് പറഞ്ഞു തരാറ്. എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഡിംപിളിനെ കണ്ടത്. ഡിംപിളിനെ ഞാനെന്നല്ല എല്ലാവരും കണ്ടത്. 8-9 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് ബിഗ് ബോസിൽ ഇപ്പോൾ കാണുന്ന ഫ്രണ്ട്ഷിപ്സൊക്കെ 40, 45, 50 ദിവസത്തെ വാല്യൂ ഉള്ളൂ. 8 വർഷമായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഇപ്പം നടന്ന ഷൂട്ട് പോലും കഴിഞ്ഞ ഓണത്തിൻ്റെ ഷൂട്ടാണ്. അത് ഇൻസ്റ്റഗ്രാമിൽ പേജസിലുണ്ട്, പിന്നെ യൂട്യൂബ് ചാനൽസിലൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 8 വർഷമായിട്ട് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ 8 വർഷമായിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഞങ്ങളെ ഫേക്കായിട്ട് നിന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായത് സ്വന്തം സിസ്റ്റർ തിങ്കിൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പം ഞങ്ങൾ ചുമ്മാ സ്വാഭാവികമായിട്ട് ഞാനല്ല, ഡാലു ചോദിച്ചായിരുന്നു ബിഗ് ബോസിൽ പോയിട്ട് എന്താ ബേബി ഞങ്ങളുടെ അടുത്ത് പറയാഞ്ഞെന്ന്. കാരണം ബേബി എന്ന് ഞങ്ങൾ വിളിക്കാറ് അങ്ങോട്ട് എല്ലാവരും. അപ്പോൾ തിങ്കിൾ പറഞ്ഞത് ഒരു ഡയലോഗ് പറഞ്ഞു, ഹാനിനെയും ഡാലുവിനെയും ഡിംപിളിന് ഭയങ്കര ദേഷ്യമായിരുന്നെന്ന്, ഞങ്ങളെ കാണുന്നത് വെറുപ്പായിരുന്നെന്ന്. 8 വർഷം 9 വർഷം ഈ വെറുപ്പായിരുന്നോ കാണിച്ചുകൊണ്ടിരുന്നു വെച്ചത്? സത്യമായിട്ട് എനിക്ക് നേരിട്ട് കണ്ട് ചോദിക്കാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഏതോ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റും ചെയ്തായിരുന്നു, വെയിറ്റിംഗ് ഫോർ യു ടു ക്ലിയർ ഫ്യൂ തിങ്സ്, 9 years ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അടിയിൽ തിങ്കിൾ ഒരു കമൻ്റ് ഇട്ട് 9 years വാട്ട് ഈസ് എ ബിഗ് ഡീൽ എന്ന്. 9 വർഷം ബിഗ് ഡീൽ ഫ്രണ്ട്ഷിപ്പിന്? തപസിരിക്കണം 9-8 വർഷമൊക്കെ ഒരു ഫ്രണ്ട്സിന് കിട്ടാനായിട്ട്. അതിനൊന്നും വാല്യൂ മനസ്സിലാക്കാത്ത ആൾക്കാരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. തിങ്കിൾ പറഞ്ഞത് ഞങ്ങളെ വെറുപ്പായിരുന്നു കാണാനായിട്ടെന്ന്. ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലാൻ നേരത്ത് ഡിംപിളുടെ ഫേസ് മാറും. നിങ്ങളെ കാണുമ്പോഴത്തേക്കും ചിരിച്ച് കളിച്ചാണ് നിങ്ങളെ അഭിനയിക്കുന്നത്. നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും ഇവരെന്തിനിവിടെ വന്നതെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നേ ചെയ്യുന്നത്. 8-10 വർഷമായിട്ട്. അല്ലെങ്കിൽ തിങ്കിളിപ്പോൾ വന്നിട്ട് ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ ദുബായിൽ നിന്ന് വന്നിട്ട്.
തിങ്കിൾ പറഞ്ഞ കാര്യമാണ്, ഞാനും ഡാലുവും ഷോക്കായിപ്പോയി. സീരിയസ്ലി, ഇത്രയും 8 വർഷം ഫ്രണ്ട്ഷിപ്പിന് ഫേക്കായിട്ട് കാണിച്ച ആളാണോ ഈ ബിഗ് ബോസിൽ കിടന്ന് ഈ ബാനു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒപ്പം ഡിംപിൾ ബാനു ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞ് ഫേക്കായിട്ട് കാണിച്ച് സ്ട്രാറ്റജി കളിച്ചത്? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് 8-9 വർഷത്തെ ഫേക്കാണ്. അങ്ങനെയാണ് ആ കുട്ടി പെരുമാറിയിരുന്നെങ്കിൽ ഇതും ഫേക്കായിരിക്കില്ലേ? പബ്ലിക് സ്റ്റാൻഡിന് വേണ്ടിയിട്ടായിരിക്കില്ലേ? അതെല്ലാം പോട്ടെ, ഒരു മരിച്ച ജൂലിയറ്റ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പൊക്കി പറഞ്ഞോളൂ ഡിംപിൾ ഇപ്പം സംസാരിച്ചു. എന്ത് ബേസിലാണ് സംസാരിച്ചിരിക്കുന്നത്? ഇപ്പം ലൈവായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരത്ത് ആത്മാർത്ഥത കാണിക്കാത്ത ആൾ മരിച്ചൊരു കുട്ടിയുടെ പേര് പറഞ്ഞ് എന്ത് ആത്മാർത്ഥതയാണ് കാണിക്കാൻ പോകുന്നത്? അതും ഈ 8-9 വർഷത്തിൽ ജൂലിയറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്ക്, ആ ഒരു പേര് പുള്ളിയുടെ വായെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇത്രയും ഷെയർ ചെയ്ത്, ഇത്രയും സംസാരിച്ചു, ഇത്രയും പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് ഞങ്ങളുടെ അടുത്ത് ഇതുവരെ. ട്രൂ ആണ് മാസയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട്. കാരണം എനിക്ക് മാസേനെ അറിയാം. ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് ഞാൻ മാസേനെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഇസ്രായേലിയൻ കുട്ടിയാണ്, പാവം, അതവിടെ കഷ്ടപ്പെടുകയാണ്. ഫ്രണ്ട്ഷിപ്പ് മാസേനെ അറിയാം. പക്ഷേ ഈ ജൂലിയറ്റ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 8-10 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സീരിയസ്ലി ഐ എം ടെല്ലിങ്. അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ വീട്ടിൽ പോയി ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയ ആ ഒരു മാസം ഗ്യാപ്പിൽ കൂടി നടന്ന സ്ട്രാറ്റജിയാണ് ഇതെല്ലാം. ആ കുട്ടിയുടെ വീട്ടിൽ പോയി യൂണിഫോം ഇടുക, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം അവരുടെ ഗെയിം ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പബ്ലിക്കിനെ ഫേക്ക് ആക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. അതൊന്നും എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു മരിച്ച കുട്ടിയുടെ പേര് പറഞ്ഞ് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഫെയിം ആൻഡ് പബ്ലിസിറ്റി നേടുന്നതാണ് ഒരു പേഴ്സണാലിറ്റി. അതും 8-10 വർഷം ഫ്രണ്ട്സായിട്ട് ഞങ്ങളുടെ ഒപ്പം ഫേക്ക്നെസ് കാണിച്ചിട്ട് ഇത് പോയി മീഡിയയിൽ പോയി പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പൊക്കി ഫ്രണ്ട്ഷിപ്പാണെന്നും പറഞ്ഞ് നടക്കുന്നതാണോ ആക്ച്വൽ റിയൽ പേഴ്സൺ കാണിക്കുന്നത്? ഡിംപിളിനെ അറിയുന്ന ആൾക്കാരടുത്ത് ചോദിച്ചു, നിങ്ങൾ ആരായാലും ഇൻഡസ്ട്രിയിലുള്ള ആരടുത്ത് പറയും, ഇത്രയും ബോൾഡ് ആയിട്ടുള്ളതും ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടിയില്ല. റിയലി സീരിയസ്. 8 വർഷം 9 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്സ് യൂസ് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇത്രയും മീഡിയ സപ്പോർട്ട് അല്ലെങ്കിൽ ഇത്രയും ഫാൻസിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാരനെ ഫൂൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിതൊരു അവയർനെസ് പോലെ, എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ നിങ്ങൾക്കൊരു അവയർനെസ് പോലെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ ആരുടെയും പേഴ്സണലായിട്ട് ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ജൂലിയറ്റിൻ്റെ ഇഷ്യൂ, പിന്നെ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുന്നത്, ക്യാൻസർ സർവൈവർ എന്ന് പറയുന്നത്, വിത്ത് ഓൾ റെസ്പെക്ട്, ഞാൻ ക്യാൻസർ സർവൈവേഴ്സിന് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ അവരുടെ ആ പെയിനിൽ പോയാൽ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരാൾ ക്യാൻസർ സർവൈവർ ആണെങ്കിൽ അയാളൊരു റീബോൺ പേഴ്സൺ ആണ്. അയാളൊരു പുതിയ മനുഷ്യനായിട്ടാണ് ജനിക്കേണ്ടത്. കാരണം മരണത്തിൻ്റെ വക്കിൽ ചെന്ന് ഇത്ര പെയിൻ, ഇത്ര ഫീലിങ്സ് എല്ലാം അടിച്ചിട്ട് പിന്നെ പുതിയൊരാളായിട്ട് എല്ലാ ആൾക്കാരും വരുന്നത്. അവരെല്ലാവരും ഒരു എന്താ പറയുക, സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പഠിക്കാനായിട്ടുള്ള ഒരാളായിട്ടാണ് വരേണ്ടത്. ഇത് എനിക്ക് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, സീരിയസ്ലി അതാണൊരു വേർഡ്, ഉണ്ടായിരുന്നു എന്ന് പബ്ലിക്കിന് അറിയാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാരും. ഇപ്പം എൻ്റെ വീട്ടിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന വെച്ചാൽ എൻ്റെ മമ്മിക്ക് അറിയായിരുന്നു, എൻ്റെ സിസ്റ്റേഴ്സിന് അറിയാൻ പാടില്ല, എൻ്റെ ഓൺ സിസ്റ്ററിനും സിസ്റ്റർ ഇൻ ലോനും അറിയാൻ പാടില്ല. അവർ ഈ ബിഗ് ബോസിന് വന്നപ്പോഴാണ് ചോദിച്ചിട്ട് ഡിംപിളിന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത്രയും സീക്രട്ടായിട്ട് വെച്ച ആൾ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളിച്ചും കരഞ്ഞും പറയുക എനിക്ക് ക്യാൻസർ ആയിരുന്നു, ഐ എം ക്യാൻസർ സർവൈവർ എന്ന് പറയുന്നെങ്കിൽ അതെന്ത് പബ്ലിസിറ്റി സ്റ്റാൻഡാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കാണിക്കണമായിരുന്നു, അല്ലാതെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുമാണ് പബ്ലിക്കിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഐ എം റിയലി സാഡ്. കാരണം എനിക്ക് ഡിംപിളിനെ പറ്റി ഇങ്ങനെ പറയേണ്ടി വരുമല്ലോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. പക്ഷെ എനിക്ക് പറയേണ്ടി വന്നു. കാരണം ആ ബാനു എന്ന് പറഞ്ഞ കുട്ടി, റീസൺ ഞാൻ പറയാം. ബാനു എന്ന് പറഞ്ഞ കുട്ടി ബിഗ് ബോസിൽ നിന്ന് എലിമിനേറ്റായി ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ആ കുട്ടി കൂട്ടിയിട്ട് വീട്ടിലേക്ക് ബുക്ക് ചെയ്യാം, കാലിക്കറ്റിലേക്ക്. അത് ബുക്ക് ചെയ്യാതെ കൊച്ചിനിൽ വന്ന് തിങ്കളുടെ അടുത്ത് വന്നു, കണ്ടു, സംസാരിച്ചു, പിക്ചേഴ്സ് എടുത്തു. ആ പിക്ചേഴ്സും ലൈവും എല്ലാം തിങ്കൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ബാനു വന്നു സപ്പോർട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കുട്ടി 10-15 പ്രാവശ്യം വിളിച്ചിട്ട് ഒരു പ്രാവശ്യം കോൾ എടുക്കാൻ പറ്റിയില്ല. അല്ല, എല്ലാവരും വീട്ടിലും നമുക്ക് ആ ഒരു ഫീലിങ്സ്, കാരണം എനിക്ക് ഐ ഡോണ്ട് നോ, കാരണം ആ ഒരു ഫീലിംഗ് ത്രൂ പോയാലും മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നാലും ഇത്രയും ബന്ധം, ഫ്രണ്ട്ഷിപ്പ് പൊക്കി പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കോൾ എടുത്തിട്ട് സംസാരിക്കാമല്ലോ. ഐ ഡിഡ് നോട്ട് കോൾ, ഞാൻ വിളിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം വാട്ട് വിൽ ബി ദ റെസ്പോൺസ് ഉള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല.
ആ ബാനുവിനെ വിളിച്ചിട്ട് അതിൻ്റെ വോയിസ് നോട്ട് ആരോ ഒരു യൂട്യൂബ് ചാനലിലിട്ട് അതിൻ്റെ അടിയിലെ കമൻസ് ഞാൻ ഇന്നലെ രാത്രി വായിക്കുകയായിരുന്നു. സീരിയസ്ലി ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരാളിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് അല്ലേ, ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് വേൾഡിനെ ഒരു നേഷൻ ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടീനെയാണ് നിങ്ങൾ ഈ പറയുന്നത്. അതും ആർക്ക് വേണ്ടിയിട്ട്? ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടോ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന മിക്ക കണ്ടസ്റ്റൻസിൻ്റെയും പാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിക്ക ആൾക്കാരെയും പാസ്റ്റ്, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും പാസ്റ്റ് അണ്ടർസ്റ്റുഡാണ്. ഡിംപിളുടെ പാസ്റ്റ് ആർക്കും അറിഞ്ഞുകൂടാ. വാട്ട് ഷീ വാസ്, എന്താ ഉള്ള ക്യാരക്ടർ, എന്താ സ്വഭാവം എന്നുള്ളത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അറിയാൻ പാടുള്ളൂ, ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്. അതുകൊണ്ട് ബിഗ് ബോസിൽ കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി അവോയ്ഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എൻ്റെ പിക്ചേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കണം. വെരി ബാഡ്. അതിൻ്റെ കമൻസ്, ബാനുവിൻ്റെ ആ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലെ കമൻസ് ഞാൻ വായിച്ചിട്ട് സീരിയസ്ലി ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പച്ചത്തേറി ഒരു പെൺകുട്ടീനെ വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്ത് ഫാൻസ് എന്നാണ് പറയുന്നത്? നിങ്ങൾക്കും അറിയാൻ പാടില്ല ആൾക്കാരെ. നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് ഫേക്ക്, ആരാ ജെനുവിൻ എന്നുള്ളത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളല്ലേ. നമുക്കൊക്കെ ഒരു ചാൻസ് കിട്ടും ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് നമ്മുടെ കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അതും ആ കുട്ടി റിലീജിയസ് ആയിട്ടുള്ളൊരു സ്ഥലത്തുനിന്ന് വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതെല്ലാം ഓർമ്മയിൽ വെച്ച് ഡ്രസ്സിങ്ങിലായാലും എന്തെങ്കിലും ആയാലും അല്ലേ, അതെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഒരു കുട്ടീനാണോ നിങ്ങൾ ഇത്രയും മോശമായിട്ട് പറയും? ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായത്, എനിക്ക് ഭയങ്കര ഹേർട്ടായി. ബിഗ് ബോസിൽ കയറി ആദ്യം തന്നെ ബാനുവിനെ പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞു, ഡിംപിൾ ബാനു ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ടായിരുന്നു ഒരാഴ്ച. ആ ഫ്രണ്ട്ഷിപ്പിന് എന്ത് പറ്റി അല്ലേ? ഒരു കോൾ എടുക്കാൻ പറ്റിയില്ല. ഫാദർ മരിച്ചു, ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഒരു കോൾ വിളിച്ചിട്ട് ബാനു ഞാൻ തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അത് ആർക്കായാലും പറയാം. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലേ ബാക്കിയുള്ളവർ വിളിക്കുമ്പോൾ എടുക്കണ്ട. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ്സ് വെരി ബാഡ്. എനിക്ക് ശരിക്കും ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം വരും. കാരണം എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ ഒരുപാട് ആൾക്കാരനെ, വളരെ ഭയങ്കര റെയറായിട്ടുള്ള ആൾക്കാരനെ പേഴ്സണലി സ്പേസ് കൊടുക്കാറുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തായാലും. പക്ഷേ ഞങ്ങൾ 8-10 വർഷമായിട്ട് ഞങ്ങളുടെ ഇഷ്ടമല്ലായിരുന്നു, വെറുപ്പായിരുന്നു കാണാനെന്ന് പറയുന്നെങ്കിൽ ദാറ്റ്സ് വെരി ബാഡ്. അത് ആൾക്കാർക്ക് ആ ഒരു പൊസിഷനിൽ കൂടി പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, പിന്നെ ജൂലിയറ്റ് ഇഷ്യൂ, ക്യാൻസർ സർവൈവർ, ഇതെല്ലാം പറഞ്ഞ് ആൾക്കാരുടെ സിമ്പത്തിയും പബ്ലിസിറ്റിയും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ഒരു റീസൺ പറയണമെങ്കിൽ അത് ഞാൻ മാത്രമേ പറഞ്ഞാലും ശരിയാവുള്ളൂ. കാരണം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും നല്ല എന്നെയും ഡിംപിളിനെയും ഡാലുവിനെയും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാത്തിനും. ഡാലുവിനെ പറ്റി പറയാനാണെങ്കിൽ യു കനോട്ട്, ദർ ഇസ് നോ വേർഡ്സ്. ഡാലു ഡിംപിളിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ അവസാനത്തെ ഫേവർ വരെ, ഡിംപിള് ബിഗ് ബോസിൽ കയറാനുള്ള ഫേവർ വരെ ഡാലുവാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. എനിക്കും എൻ്റെ ഇൻ്റർവ്യൂ കോൾ വന്ന് ഡാലു പറഞ്ഞിട്ട്, ഡിംപിളിനും ഇൻ്റർവ്യൂ കോൾ വന്ന് ഡാലു പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത്. തിങ്കിളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് എനിക്ക് ബിഗ് ബോസ് കിട്ടിയത് മലയാളി ഹൗസിൽ നിന്ന്. അത് ഇത്രത്തോളം ഫേക്ക് എങ്ങനെയാവാൻ പറ്റും? തിങ്കലിന് ഞാനാണ് ഏഷ്യനെറ്റിൻ്റെ ആൾക്കാരുടെ നമ്പേഴ്സും, പേര് ഞാൻ പറയുന്നില്ല, അവരുടെ നമ്പേഴ്സ് ഞാനാണ് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് വാട്സപ്പിൽ. അതിപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. ഇത്രയും ഫേക്കായിട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഇവർക്ക് എങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. 8 വർഷം ഞങ്ങളെ പറ്റിക്കുന്നെങ്കിൽ ഒരു 100 ദിവസം നിങ്ങളെ പറ്റിക്കുന്നതാണോ ഇത്രയും വലിയ പാട്? അവർക്ക് ദേ ആർ വെരി എക്സ്പേർട്ട്. പിന്നെ ഞാനൊരു സീൻ കണ്ടായിരുന്നു ബിഗ് ബോസിൽ, ഫിറോസ് പറയുന്നത് ഡിംപിൾ ഫേക്കാണ്, ഡിംപിളിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി, ഡിംപിൾ പറയുന്നതാണ് ഡിംപിളിന് സത്യം. ഡിംപിൾ പറയുന്നത് നടക്കണം, ഡിംപിൾ പറയുന്നതാണ് കാര്യമുള്ളതെന്നാണ് ഡിംപിളിൻ്റെ വിചാരം. അത് ഈ ഒരു പേരിലാണ് ഞാനും ഡിംപിളും എപ്പോഴും തല്ലും പിടിക്കാറ്. എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഞങ്ങൾ തല്ലുപിടിക്കുന്ന കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. ഡിംപിൾ പറയുന്നതെല്ലാം ശരിയാണ്, ഡിംപിൾ പറയുന്നതാണ് സെൻസിബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും നമ്മളൊക്കെ എന്താ പറയുക, ലോക്കൽ മല്ലൂസ് അല്ലേ, ലോക്കൽ തേർഡ് റേറ്റഡ് മല്ലൂസ്. എന്താണ് പറയുന്നത്, എപ്പോഴും വിളിക്കുന്നൊരു പേരുണ്ട് ഡിംപിൾ. ഹൊറിബിൾ മെൻറ്റാലിറ്റി, മലയാളി മെൻറ്റാലിറ്റി ഈസ് ഹൊറിബിൾ. മലയാളികളെ വിശ്വസിക്കാൻ പാടില്ല. ഷീ ഈസ് എ രാജ്പൂത്ത്. എൻ്റെ ബ്ലഡ് രാജ്പൂത്ത് ബ്ലഡാണ്.
അതുകൊണ്ട് എനിക്ക് ഈ സ്വഭാവം ഇല്ലാത്തത്. നിങ്ങളെന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾ ലോക്കൽ മലയാളീസ്, ആ മലയാളീസ് വേണ്ടി വന്നില്ലേ ഇപ്പോൾ ഒരു ലെവലിലെത്താൻ വേണ്ടിയിട്ട്? ഒന്നുമില്ലെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബിഗ് ബോസ് മലയാളി ഹൗസിൽ വന്ന് മലയാളികൾ വേണ്ടി വന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. എവിടെ പോയി രാജ്പൂത്ത് ടീംസ്? എൻ്റെ ബ്ലഡിലുള്ള രാജ്പൂത്ത് എവിടെ പോയി? മലയാളം ഫിലിംസിനോട് പുച്ഛം, മലയാളം ആക്ടർ ലാലേട്ടനോട് പുച്ഛം, അതൊന്നും ഞാൻ പറയുന്നില്ല. ദാറ്റ് ഇസ് നോട്ട് എ റീസൺ ഫോർ മീ. അത് എല്ലാ ആൾക്കാരും, അത് ഡിംപിൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്സിന് പോകാറുണ്ട്, ഔട്ടിങ്ങിന് പോകാറുണ്ട്. ഐ എം എ പേഴ്സൺ ഹു ലിസൺ ടു മലയാളം സോങ്സ്. എനിക്ക് ഓൾഡ് മലയാളം സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് മൂഡ് സിങ്സ് വരുമ്പോഴത്തേക്ക് ഞാൻ മലയാളം പാട്ട് വെക്കാറുണ്ട്. ആ സമയത്ത് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകും ആൾ. വാട്ട് ലോക്കൽ ലാംഗ്വേജ് യു ആർ പുട്ടിങ്? എന്ത് ലോക്കൽ ലാംഗ്വേജാണ് നീ ഇടുന്നത്? നിനക്കൊക്കെ വേറെ പണിയില്ലേ? വേറെ നല്ല പാട്ട് കേൾക്ക്. ഈ ലോക്കൽ ലാംഗ്വേജ് കേൾക്കാനായിട്ട് ഇത്രയും പുച്ഛിക്കുന്ന ഒരാൾ ഒരു എപ്പിസോഡിൽ പറയുക എൻ്റെ അമ്മ മലയാളിയല്ലേ, ഞാൻ എങ്ങനെയാണ് പുച്ഛിക്കുകയെന്ന്. എന്ത് ആക്ടിങ്! മിണ്ടുന്നതിന് കരച്ചിൽ. എൻ്റെ ഈ 8-10 വർഷം ഉണ്ടായിട്ട് ഡിംപിൾ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട്ടി, പ്ലസ് പോയിൻ്റ് അതൊക്കെ. ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള കുട്ടി, ഇത്രയും നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടി ബിഗ് ബോസിൽ ചെന്നപ്പോഴത്തേക്കും സ്ട്രാറ്റജി ആകാം, ഗെയിം പ്ലാൻ ആകാം, അതെല്ലാം ആവണം. അതെല്ലാവരും കളിക്കുന്നതാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇല്ലാത്ത ഇമോഷൻസ്, ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, ഒരു മരിച്ച കുട്ടീനെ യൂസ് ചെയ്തു അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരാളുടെ പബ്ലിസിറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസസ് ആണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ജൂലിയറ്റ്. ഞാൻ ജൂലിയറ്റ് എന്നുള്ള പേര് കേൾക്കുന്നത് തന്നെ ആ FBയിൽ പോസ്റ്റ് വന്ന ദിവസമാണ്. ഞാൻ ഡിംപിളിൻ്റെ പോസ്റ്റ് വായിക്കാറില്ല. ഒന്നാമത് കുറേ എഴുതിയിട്ടുണ്ടാകും. അതിപ്പം ഒരു പൂച്ച കാണാതെ പോയാലും ഒരു പൂച്ചനെ കിട്ടിയാലും ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, ഷീ റൈറ്റ്സ്. അപ്പം ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു മാറ്റർ ആയിരിക്കും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ജൂലിയറ്റ് എന്ന് പറഞ്ഞൊരു പേര് വരുന്നത് അല്ലേ. അതെന്നൊക്കെ പറഞ്ഞ ഒരു മരിച്ച ഒരു ഫ്രണ്ട്ഷിപ്പിന് റീയൂസ് ചെയ്യുക, പബ്ലിസിറ്റി കിട്ടുക, ദാറ്റ്സ് വെരി ചീപ്പ് എന്നല്ല, അത് തന്നെ വേറെ പേര് പറയും, പക്ഷെ അത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഇവിടെ. ഇറ്റ്സ് വെരി ചീപ്പ്. അതുകൂടാതെ തന്നെ ഞങ്ങളെ യൂസ് ചെയ്ത്, ഞങ്ങൾ മീൻസ് എന്നെയല്ല, സ്പെഷ്യലി ഡാലു. പിന്നെ 8 years ഞാൻ വന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഡാലു ഡിംപിളിൻ്റെ ഒപ്പം മോഡലിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു 8 to 9 years ബാക്ക്. ഷീ വാസ് ജസ്റ്റ് ഹോസ്റ്റിംഗ് ഗേൾ. ഡൽഹിയിൽ എന്തോ ഹോസ്റ്റിംഗ് ഗേൾസും പിന്നെ വേറെ എന്തോ പണികളൊക്കെ ആയിരുന്നു അവിടെ. മീൻസ് ചെറിയ ഹോസ്റ്റിംഗ് വർക്ക്സും അതും ഇതൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഡാലു ആണ് മോഡൽ ഫ്രം ഡൽഹി എന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഷീ വാസ് നോട്ട് എ മോഡൽ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്ത് ഡാലുവിൻ്റെ ബാക്ക് സ്റ്റേജ് മാനേജറായി ഡാലു ഇവിടെ നിന്ന്. അത് കഴിഞ്ഞ് MPhil പഠിക്കണം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ പോയതിൻ്റെ എക്സ്പെൻസസ്, ഫീസസ് എല്ലാം ഡാലു കൊടുത്തത്. മീൻസ് അവൾ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡാലുവിൻ്റെ അടുത്ത്. ഡാലു 8-10 മോഡൽസ് ഉണ്ടാവും ഒരു ഷോയിൽ. എല്ലാ മോഡൽസിനും ഫിക്സഡ് റേറ്റ് ആണ് വിത്ത് ട്രാവലിംഗ്. ഡിംപിളിന് മാത്രം എന്താണ് ഈ 5,000-6,000 rupees എക്സ്ട്രാ കൊടുക്കുന്നത്? ഡാലു ചോദിച്ചിട്ടുണ്ട്. ബേബി, അവൾ നമ്മുടെ മോളല്ലേ, അവൾ ഒറ്റക്ക് പഠിക്കുകയല്ലേ, അവൾ ഒറ്റക്ക് സർവൈവ് ചെയ്യുകയല്ലേ. ഈ പറഞ്ഞ സിസ്റ്ററും ഫാമിലിനും ഒന്നും അപ്പം കണ്ടിട്ടില്ലല്ലോ. ഇപ്പം എന്തോ ടിങ്കിൾ പറഞ്ഞായിരുന്നു, ഇപ്പം ഞങ്ങളുണ്ട് അവളുടെ അപ്പം കൂടെയെന്ന്. ഈ ഒരു സിറ്റുവേഷനിൽ ഫാമിലിയും ഞങ്ങളും ഉണ്ട് കൂടെയെന്ന്. ഇതിനു മുമ്പും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ. പഠിക്കാൻ ബാംഗ്ലൂരിൽ പോയപ്പോഴും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവരൊന്നും. ഡിംപിളിൻ്റെ ഡാലുവിനാണ് മെസ്സേജ് അയക്കാറ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഡാലു ഇവിടുന്ന് പൈസ സെൻഡ് ചെയ്യുന്നത്. ഞാൻ കൊടുത്തിട്ടുണ്ട് ഡാലുവിന് പൈസ, ഡിംപിളിന് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട്. അതെല്ലാം പോട്ടെ, എല്ലാം ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മൈനർ ഓപ്പറേഷൻ എന്നാണ് എൻ്റെ അറിവിൽ ഞാൻ കേട്ടത്. ജസ്റ്റ് സ്ക്രൂ ടൈറ്റ് ചെയ്യാനോ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ, അതായിരുന്നു ഓപ്പറേഷൻ. ഐ ഡോണ്ട് നോ എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഇൻറ്റൻസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു റീസൺ ഞാൻ പറയാൻ കാരണം, ഞാൻ ആരെയും താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടല്ല. ഈ കുട്ടിക്കുള്ള ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഓപ്പറേഷൻ റെഡിയായി നിൽക്കുകയാണ്. ആ ദിവസം പൈസ അടച്ചിട്ടില്ല ഓഫീസിൽ, ഹോസ്പിറ്റലിൽ പൈസ അടച്ചിട്ടില്ല ഓപ്പറേഷനായിട്ടുള്ളത്. ഇവർക്കൊരു ഇളയൊരു കുട്ടിയുണ്ട്, നൈന എന്ന് പറഞ്ഞത്. ഷീ ഈസ് എ വെരി സ്വീറ്റ് ഗേൾ. അത്രയും ജെന്യുവൻ ആയിട്ടുള്ള കുട്ടി ഇവരുടെ ഇടയിൽ എങ്ങനെ വന്ന് ജനിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷീ ഈസ് എ വെരി ജെന്യുവൻ ഗേൾ. പാവം കുട്ടി. അതൊരു സബ് ഇൻസ്പെക്ടറാണ്. അത് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട്. ബാക്കി കുറച്ച് പൈസയും കൂടി വേണം. അപ്പം ഡാലു വിളിച്ചപ്പോഴത്തേക്കും ഡിംപിൾ പറഞ്ഞ് ഇങ്ങനെ ഓപ്പറേഷൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഡാലുവിൻ്റെ ഫാമിലി ഗ്രൂപ്പിലും കസിൻ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ്, കുറച്ച് മീൻസ് ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ്
വിതിൻ 24 hours 1.5 lakhs അവളുടെ അക്കൗണ്ടിലേക്ക് വന്ന് ഇട്ടത്. ഓപ്പറേഷനായിട്ട് ആ പൈസ കൊണ്ടാണ് ഓപ്പറേഷൻ വരെ ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ സിസ്റ്റർ എവിടെ പോയി? ഒരു 500 dirhams അയച്ചു കൊടുക്കാമായിരുന്നല്ലോ ദുബായിൽ നിന്ന്. വേറെ ഷീ ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇത്രയും സിറ്റുവേഷൻസിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ഞങ്ങൾ യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റൂല. നമ്മളൊരാൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നിന്ന് കൊടുത്തിട്ടാണ് അല്ലേ? നമ്മൾ കുറച്ച് നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ മനുഷ്യരാന്ന് എന്താ പറയണ്ടേ? നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ ഫീലിങ്സാണ്, ഇമോഷൻസാണ്. നമ്മൾ മൈൻഡ് കൊണ്ട് എപ്പോഴും നമ്മളെ അടുത്തുള്ള ആൾക്കാർക്ക് നമ്മളൊരു വാല്യൂ ചെയ്യില്ല. നമ്മളെപ്പോഴും മൈൻഡ് കൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് 8 വർഷം 8 to 9 years എനിക്ക് അത്ര വിഷമമില്ല. പക്ഷേ ഒരാളുണ്ട് പാവം, അത് പറയുമ്പം ഈസ് വെരി അപ്സെറ്റ്. ഞാൻ ഡാലുവിനെ പറ്റിയാണ് പറയുന്നത്. ഡാലു ചെയ്തേക്കുന്നതിന് എഴുതി റെക്കോർഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഡിംപിളിന് ഇപ്പോൾ ഈ ലൈഫിൽ അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഒരാളിനെ സ്വന്തം സിസ്റ്റർ വായിൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയാണ്, she just hated you guys. She never liked you guys. ഞങ്ങൾ ദേഷ്യമായിരുന്നു, ഞങ്ങൾ കാണാൻ പോലും കൂടി ഇഷ്ടമില്ലായിരുന്നു. അതെങ്ങനെ പറയാൻ പറ്റുന്നു? അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഡിംപിൾ ഒരു വീഡിയോ തന്നിട്ടുണ്ട് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട്. അത് സമയം വരുമ്പം ഞാനത് കേൾപ്പിക്കാമെന്ന്. മൈ ഫുഡ്, ഐ ഡോണ്ട് വോണ്ട് ടു ലിസൺ ടു സച്ച് കൈൻഡ് ഓഫ് വീഡിയോസ്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ പബ്ലിക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോടും ആ ബാനു എന്ന് പറഞ്ഞ കുട്ടീനോടും ചെയ്യുന്ന അത് മോശമായിരിക്കും. കാരണം ഞാൻ ആ കമൻസ് വായിച്ചപ്പോഴാണ് എനിക്കിത് ശരിക്കും അത് ഈ സിറ്റുവേഷനിൽ വിളിച്ചു, ഞങ്ങൾ ഇത്രയും ഡാഡി മരിച്ച ഒരു പെയിനിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഷീ ട്രൈ ടു യൂസ് ദറ്റ്. ആ ഒരു പ്ലാറ്റ്ഫോം പോലും കൂടി വെറുതെ വിട്ടില്ല. അതും കൂടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇറ്റ്സ് വെരി ബാഡ്. അപ്പം ഈ ഒരാളിനെ പറ്റി ഈ ആളിനെ പറ്റിയിട്ട് പറയാനായിട്ട് ഒറ്റ ഒരു അർഹതയുള്ളത് ഞാനും ഡാലുനും മാത്രമേ ഉള്ളൂ. നോട്ട് ഈവൻ ഹർ സിസ്റ്റർ ഹാസ് ദിസ്. 8-10 വർഷം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിലൊപ്പം ചെയ്ത് ഞങ്ങളിലൊപ്പം യൂസ് ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളിലൊപ്പം കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു, നല്ലൊരു ലെവലെത്തി എന്ന് പറഞ്ഞ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ ഒരു എന്താ പറയുക, വേസ്റ്റ് പോലെ യൂസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കൊടുക്കൂല. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന സ്ഥലത്ത് റെസ്പോണ്ട് ചെയ്തിട്ടേ ഞാൻ പോകുള്ളൂ. അതുകൊണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവിൽ വന്നത്. കുറേ നാളായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് വരണം എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു പാവമല്ലേ, പാവമെന്നല്ല, ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ് ഓഫ്. കാരണം എൻ്റെ ലൈഫിൽ ഇനി ഡിംപിൾ ഇല്ല. എൻ്റെ ലൈഫിൽ ഐ എം ടെലിങ് യു ദർ ഇസ് നോ ഡിംപിൾ ആൻഡ് ടിങ്കിൾ ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഫേക്ക് പീപ്പിൾ ഇൻ മൈ ലൈഫ്. ഇത്രയും വർഷം നമ്മളെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ അവൾ ലൈഫിലേക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് പ്ലീസ് വിത്ത് ഓൾ റെസ്പെക്ട്, ബാനു ലൈവിൽ വന്നിട്ടുണ്ട്. ബാനു കേൾക്കുന്നെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആ കുട്ടിയുടെ ആ വോയിസ് നോട്ട് ഞാനിപ്പം യൂട്യൂബിൽ ഞാൻ എടുത്ത് കേട്ടു. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്താ അവസ്ഥ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ആ കുട്ടിയുടെ സ്നേഹം നല്ലതായിരുന്നു, ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ വിളിച്ചത്. അല്ലെങ്കിൽ ഞാനൊക്കെ ബിഗ് ബോസിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേ പോവുള്ളൂ. ഇത് നേരെ കൊച്ചിനിൽ വന്നു, തിങ്കളിനെ കണ്ടു, സംസാരിച്ചു. തിങ്കളുടെ അടുത്ത് നിന്ന് ഡാലുവിൻ്റെ ഫോൺ നമ്പർ വാങ്ങി ഡാലുവായിട്ടും സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ കുട്ടി വീട്ടിൽ പോയത്. ആ കുട്ടി ഒന്ന് വിളിക്കുമ്പം അറ്റ്ലീസ്റ്റ് ആരായാലും, ഡിംപിളുടെ അടുത്ത് കയ്യില്ലെങ്കിലും തിങ്കളുടെ അടുത്ത് ഫോണുണ്ടല്ലോ, ഒന്ന് എടുത്ത് സംസാരിക്കാമല്ലോ. ഒരു മരിച്ച വീടാകുമ്പോഴത്തേക്കും 100 ആൾക്കാർ വിളിക്കും. നമുക്ക് എല്ലാ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് മിസ് കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കാം. റൈറ്റ്? ഇതൊക്കെ ഭയങ്കര മോശമാണ്, ആൾക്കാരെ യൂസ് ചെയ്ത് ത്രോ ചെയ്യുക എന്നുള്ളത്. അത് ഡിംപിൾ ഫസ്റ്റ് ബിഗ് ബോസിൽ ചെന്നപ്പം ഡിംപിളിന് മനസ്സിലായി ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആദ്യം വർക്കൗട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഷീ ഈസ് എ സൈക്കോളജിസ്റ്റ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് പ്ലാൻസ് എല്ലാം കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്തിട്ട് പൊട്ടിപ്പോകുന്നത്. കാരണം ബിക്കോസ് ഷീസ് എ ചൈൽഡ് സൈക്കോളജിസ്റ്റ്. ഞാൻ ഡിംപിളിൻ്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, താൻ എന്ത് സൈക്കോളജിസ്റ്റാണ് പഠിച്ചിരിക്കുന്നത്? താൻ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങളും തൻ്റെ റിലേഷൻഷിപ്സ് ആയാലും താൻ പേഴ്സണലി ഈ അടുത്ത് എടുക്കുന്ന ഫ്രണ്ട്ഷിപ്പുകൾ എന്തായാലും എല്ലാവരും പടി തന്നിട്ടേ പോയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ അടുത്ത് പറയും, വെൻ യു ചൂസ് എ ഫ്രണ്ട് യു ഷുഡ് ബി ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ നോക്കണം എന്നൊക്കെ.
തിങ്സ് സോ ഷീസ് വർത്ത് ഇനഫ് ടു ബി കോൾഡ് ആസ് എ ഫ്രണ്ട്. ഒരു ഫ്രണ്ട് എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു വർത്ത് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഇത്രയും ഫേക്ക് ആയിട്ടുള്ളൊരു പേഴ്സണ് നമ്മുടെ ലൈഫിൽ വെച്ച് കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ്. ആസ് യു സെഡ് ഡിംപു പറയുന്ന പോലെ ഈസ് ഫുൾ ഓഫ് നെഗറ്റീവ്. എനിക്ക് അടുത്ത് വരുമ്പോൾ എന്തോ നെഗറ്റീവ് ഫീലിംഗ് വരുന്നു. ഐ എം നോട്ട് ഹാപ്പി. എനിക്ക് അവനെ കാണണ്ട അല്ലെങ്കിൽ അവളെ കാണണ്ട. അതെന്താ നെഗറ്റീവ് ഫീലിംഗ്. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഒരാളിനെ കാണുമ്പോഴത്തേക്കും യു വിൽ ഫീൽ ലൈക്ക് ദാറ്റ്. മേ ബി യു ആർ നെഗറ്റീവ്, നോട്ട് ദി അതേഴ്സ്. അതൊന്ന് ഓർത്ത് നോക്ക്. ഫേക്ക്നെസ്, നെഗറ്റീവ്നെസ് ഇതൊക്കെ ആരുടെ ഉള്ളിലാണ് ഉള്ളതെന്ന് അല്ലേ? ഞങ്ങളെ പുച്ഛമായിരുന്നു കാണാനായിട്ട്, ഞങ്ങളെ ദേഷ്യമായിരുന്നു കാണാനായിട്ട്. എന്നെ പറ്റി പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, കാരണം ഐ ഡോണ്ട് കെയർ. പക്ഷേ ഡാലു എന്ന് പറഞ്ഞ ഒരാളിനെ ഇത്രയും യൂസ് ചെയ്ത് ഇത്രയും സക്സസ്ഫുൾ ലെവലിലെത്തി ബിഗ് ബോസ് വരെ എത്താൻ വേണ്ടിയിട്ട് ഡാലുവിനെ യൂസ് ചെയ്തിട്ട് ബിഗ് ബോസ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ജസ്റ്റ് ഹേറ്റഡ് യു ഗൈസ് എന്നൊക്കെ പറയുന്നത് എന്ത് എളുപ്പമല്ലേ? 8 to 9 years തനിക്ക് എന്ത് അർഹതയുണ്ട് ഡിംപിളിന്? ജൂലിറ്റിനെയും പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ആളെന്നും പറഞ്ഞ് നടക്കാനായിട്ട്. ബാനുവിനെ പൊക്കി പിടിച്ച് ബാനു ഡിംപിൾ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തനിക്ക് എന്ത് അർഹതയുണ്ട്? ക്യാൻസർ സർവൈവർ എന്ന് പറയാൻ തനിക്ക് എന്ത് അർഹതയുണ്ട്? ഒരു അർഹതയില്ല. യു ആർ ജസ്റ്റ് എ ഫേക്ക് പേഴ്സൺ. നിങ്ങളെ തന്നെ ഫൂളാക്കുകയാണ്. നിങ്ങളുടെ ഫാമിലി ഐ ഡോണ്ട് നോ, മേ ബി ഫാമിലീസ് വിത്ത് ഹർ. നിങ്ങളെ തന്നെ ഫൂളാക്കുകയാണ്. നാട്ടുകാരനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഫൂളാക്കാം. നിങ്ങൾ ബ്രില്യൻ്റ് ആയിട്ടോ, നിങ്ങൾ എപ്പോഴും നല്ല ബ്രില്യൻ്റ്, ഞാൻ ആം എ ബ്രില്യൻ്റ് എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓർത്ത് വെച്ചാൽ മതി എന്നല്ല, ഇപ്പം എൻ്റെ ഈ ലൈവ് ആരെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ പ്ലീസ് റെക്കഗ്നൈസ് ഷീ ഈസ് ജസ്റ്റ് എ ഫേക്ക് പേഴ്സൺ. ഐ എം റൈറ്റിംഗ് ആൻഡ് ഗിവിങ് യു ജസ്റ്റ് എ ഫേക്ക് പേഴ്സൺ. ഷീ ഈസ് ജസ്റ്റ് യൂട്ടിലൈസിങ് ആ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയൊക്കെ വെച്ച് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയത്, ഈ ജൂലിയറ്റ് എന്ന് പറഞ്ഞ കുട്ടീനെ ഏറ്റവും ഫണ്ണി പോയിന്റ്, ഓക്കെ, എനിക്ക് ചിരി വന്നു ഈ പോയിന്റ് കേട്ടപ്പോഴത്തേക്കും. ഡിംപിളിനെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ചിരിച്ചു മരിക്കും അവിടെ. ജൂലിയറ്റ് പറഞ്ഞ കുട്ടി 7ാം ക്ലാസ്സിൽ 7 മാസം വരെ പഠിച്ച്, അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഡൽഹി പോയി വന്ന് 8-9 വർഷം മുമ്പ് ഇവിടെ നിന്ന് എത്തിയേ. 2012-2011 ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ആ വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം ആ വീട്ടിൽ പോയിട്ട് ആ പാരൻസിനെ കണ്ട് സംസാരിച്ച്, യൂണിഫോം ഇടായിരുന്നല്ലോ. എന്തുകൊണ്ട് ബിഗ് ബോസ് തുടങ്ങി 1 മാസം മുമ്പ് ചെന്നു? ബിഗ് ബോസ് തുടങ്ങി 1 മാസം മുമ്പ് വൈ ഷി പോസ്റ്റഡ് ഹർ ഓപ്പറേഷൻ പിക്ചേഴ്സ്? ഇതിനു മുമ്പ് എൻ്റെ സ്കാർഫ് കാണിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഐ ആം എ ഡിസൈനർ, ഐ ആം എ സ്റ്റൈലിസ്റ്റ്. വെൻ ഐ ഗിവ് ഗാർമെൻറ്റ്സ് ഫോർ ഡിസൈനിങ് സ്റ്റൈലിംഗ്, എൻ്റെ ബാക്കിലെ സ്കാർഫ് കാണൽ ആൾക്കാർ ചോദിക്കും എന്താന്ന്. എൻ്റെ മുമ്പിൽ നിന്ന് ചോദിച്ച ആൾക്കാർ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് 10 പ്രാവശ്യം പറഞ്ഞേക്കുന്നത്. വൈ യു ഡി നോട്ട് യൂസ് ദറ്റ്? ആ ടൈമിൽ എന്തുകൊണ്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല ആൾക്കാരുടെ അടുത്ത്? ഇപ്പം ഇത്രയും പബ്ലിക് സ്റ്റാൻഡിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒച്ചത്തി കരഞ്ഞു പറയാം, ഐ എം എ ക്യാൻസർ പേഷ്യൻ്റ്, ഐ എം എ സർവൈവർ. വിത്ത് ഓൾ റെസ്പെക്ട് ക്യാൻസർ പേഷ്യൻസ്, വിത്ത് ഓൾ റെസ്പെക്ട് ഐ എം ടെലിങ് യു, ബട്ട് ദിസ് ഇസ് ജസ്റ്റ് എ ഫേക്ക്. ഡിംപിൾ ഇസ് ജസ്റ്റ് യൂസിങ് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നതാണ്. ആൾക്കാരെ പൊട്ടന്മാരാക്കുകയാണ്. മലയാളികളുടെ പുച്ഛമായിരുന്നു. മലയാളി പാട്ട്, തേർഡ് റേറ്റ് മൈൻഡ്, ലോക്കൽ മെൻറ്റാലിറ്റി. ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ നിർത്തി യു തേർഡ് റേറ്റ് മലയാളി മൈൻഡ് എന്നാണ്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നീ മലയാളിയല്ലേ? ഐ എം എ രാജ്പൂത്ത്, മൈ ബ്ലഡ് ഇസ് രാജ്പൂത്ത് എന്നാണ് പറഞ്ഞത്. വൈ യു ഹാവ് ടു ഫേക്ക് സോ മച്ച് ഫോർ എ കുറച്ച് നാളത്തെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, കുറച്ച് നാളത്തെ റെക്കഗ്നീഷൻസിന് വേണ്ടിയിട്ട്? ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ്, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഏറ്റവും വർഷം കൂടുതൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് റിയൽ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അവരെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ പബ്ലിസിറ്റിയുടെ പുറകയിലും ഇതിൻ്റെയും പുറകയിൽ ഓടി നടക്കാമെന്ന് വെച്ചു. എത്ര നാൾ തിരിച്ച് ഇവിടെയൊക്കെ തന്നെ വരണ്ടേ മോളെ? അല്ലേ? എന്ത് ബിഗ് ബോസ് കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും നമ്മുടെ കൺമുമ്പിലൊക്കെ തന്നെ വരണം. നമ്മളുടെ ഇൻഡസ്ട്രി, കൊച്ചിൻ ഇൻഡസ്ട്രിയിൽ ഇവിടെയൊക്കെ തന്നെ കാണണം നമ്മൾ, അല്ലേ? വെരി ബാഡ്, സീരിയസ്ലി. ഐ നെവർ എവർ എക്സ്പെക്റ്റഡ്. എനിക്കൊരു റോൾ മോഡലിനെ പോലെയൊക്കെ ആയിരുന്നു ഡിംപിൾ. സീരിയസ്ലി, ഇത്രയും ബോൾഡ്, ഇത്രയും സർവൈവർ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു റോൾ മോഡലിനെ പോലെ ആയിരുന്നു. പക്ഷേ ദിസ് ഈസ് വെരി ചീപ്പ്. ഇത് സ്വന്തം നമ്മളുടെ ഇടയിലായിരുന്നെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇത്രയും ജനങ്ങളെ, കേരളീയകളെ ഇത്രയും ജനങ്ങളെ, ഓവറോൾ ദ വേൾഡ്, ആരൊക്കെ ബിഗ് ബോസ് വാച്ച് ചെയ്യുന്നത്, അവരിനെയാണ് ഫൂളാക്കി കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ ബിഗ് ബോസ് മൊത്തം ഫൂളായിരിക്കില്ല. ഇങ്ങനത്തെ ആൾക്കാരെയാണോ ബിഗ് ബോസ് എടുക്കുന്നത്? കണ്ടന്റ് മേക്കേഴ്സ്, ആൾക്കാരെ ഫൂൾ ചെയ്യുന്ന ആൾക്കാരെ, അല്ലേ?
ഇറ്റ്സ് വെരി ബാഡ്. യു ഷുഡ് ചെക്ക് യുവർ കണ്ടസ്റ്റൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വിളിക്കാനായിട്ട്. അവരെന്താ പറയുന്നത്. ഐ ആം പ്രിറ്റി മച്ച് ഷുവർ, ഞാൻ എഴുതി തരാം എവിടെയാണെങ്കിലും, ഏഷ്യാനെറ്റും ബിഗ് ബോസിലും എന്തുകൊണ്ട് അവർ പറഞ്ഞത് ജൂലിയറ്റിൻ്റെ കാര്യം ഇനി സംസാരിക്കരുതെന്ന്. എന്തുകൊണ്ട് പറഞ്ഞു അവർ ജൂലിയറ്റിൻ്റെ കാര്യം ഇനി ആരും ചോദിച്ചു പോരുതെന്ന്. കാരണം അവർക്ക് തന്നെ മനസ്സിലായി അതൊരു ഫേക്കാണെന്നുള്ള കാര്യം. അതിൽ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ മേ ബി അവർക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവായിരിക്കാം. അതുകൊണ്ടായിരിക്കും അതിന് സംസാരിക്കരുതെന്ന് പറഞ്ഞത്. കള്ളത്തരം പൊളിയുന്നത് കൊണ്ടായിരിക്കാം. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. ഐ ഡോണ്ട് നോ. ഐ എം ജസ്റ്റ് എൻ്റെ ഒരു തിങ്കിങ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ടായിരിക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരാളിനെ ദയവേർത് ആ ബാനു എന്ന് പറഞ്ഞിട്ടൊരു അത്രയും സ്വീറ്റ് ബ്യൂട്ടിഫുൾ, ഞാൻ ഒറ്റ പ്രാവശ്യം സംസാരിച്ചുള്ളൂ ആ കുട്ടിയുടെ അടുത്ത്. ഒറ്റ പ്രാവശ്യം ഞാൻ വിളിച്ചു, സംസാരിച്ചു. ആ കുട്ടിക്ക് എന്തോ എന്താ പറയുക, എല്ലാം പോയി എന്നുള്ള രീതിയിലാണ് കുട്ടി സംസാരിച്ചത്. എല്ലാം പോയി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എത്രയും എന്നെ യൂസ് ചെയ്ത് അങ്ങനെയൊന്നും പറയുന്നില്ല ആ കുട്ടി. ആ കുട്ടി പറഞ്ഞു എന്നെ കമൻസ് കണ്ടു. ഞാൻ പറഞ്ഞു ഞാൻ കമൻസ് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്ത് പറയാനാണ്. ഈ കമൻസ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോ കമൻസ് ആൾക്കുന്ന ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരോ ഞാൻ നിങ്ങളൊന്നും കുറ്റം പറയും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. പക്ഷേ ആ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ കുറച്ച് ആലോചിക്കുക, കുറച്ച് ചിന്തിക്കുക, കുറച്ച് അയാളെ പെരുമാറ്റം എങ്ങനെയാണെന്ന്. ഈ ബിഗ് ബോസിൽ തന്നെ കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഡിംപിൾ ഇസ് ഫേക്ക് എന്നുള്ളത്. അവരുടെ ഒപ്പം ഒരു 45 ദിവസം 50 ദിവസം താമസിച്ച ആളിനെ അവർക്കറിയാൻ പറ്റും. എത്ര ആൾക്കാർ പറഞ്ഞു. സജന ഫിറോസ് പറഞ്ഞു ഷീസ് ഫേക്ക് എന്ന്. ഫിറോസ് പറഞ്ഞു. അപ്പം അവർക്കൊക്കെ പ്രശ്നം. വൈ അവർക്കൊക്കെ തെറിവിളിയും അവർക്കൊക്കെ പ്രശ്നങ്ങളും. ഡിംപിളിന് മാത്രം വൈ ഷീസ് ബോൺ വിത്ത് വിങ്സ്. ഏഞ്ചല ഐ ഡോണ്ട് തിങ്ക് സോ.